നമസ്കാരം, ഞാൻ MNR കോട്ടായി. വീണ്ടും നിങ്ങളുടെ മുന്നിൽ ഒരു കൃഷിയുമായി എത്തുകയാണ്. ഒരു വെണ്ട കൃഷിയുടെ വിളവെടുപ്പ് കഴിഞ്ഞ് കുറ്റിപ്പയർ നടാൻ പോവുകയാണ്. അപ്പോൾ ഇതെങ്ങനെ നടാമെന്ന് നിങ്ങൾ കാണിച്ചു തരാം. നമ്മളിത് വിളവെടുപ്പ് കഴിഞ്ഞ വെണ്ടയാണ്. ഞാനിതിന് കട്ട് ചെയ്ത് ഇത് വേറൊരു ഗുണം കൂടി ഉണ്ട്. കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഇവിടുന്ന് അവ വന്ന് ഇതിൽ വീണ്ടും വെണ്ടയ്ക്ക ഉണ്ടാവും. പക്ഷെ നമ്മളതിൽ കാര്യം ചെയ്യണം, ചാണകവും ഗോമൂത്രമൊക്കെ ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഞാനിപ്പോൾ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ, ഇതിൻ്റെ ഇടതാ ഇതുവരെ കിളച്ചിട്ടുണ്ട്. കുമ്മായി വിട്ട് കിളച്ച് ഒരാഴ്ച കഴിഞ്ഞ് വെച്ച സ്ഥലമാണ്. അപ്പോൾ ഇത് ഞാനത് നിരത്തി നമ്മൾ കമ്പോസ്റ്റൊക്കെ ഇട്ട് വീണ്ടും ഒന്ന് കൊത്തി. ഈ കമ്പോസ്റ്റ് നമ്മളിട്ടിട്ട് വീണ്ടും ഒന്ന് കൊത്തിയിട്ടുണ്ട്. കൊത്തി നമ്മൾ ഇതിൽ കുറ്റിപ്പയറാണ് നടാൻ പോകുന്നത്. നട്ട് ഇത് നമ്മൾ ഓൾറെഡി കമ്പോസ്റ്റ് ഇട്ട് കൊത്തിയതാണ്. അപ്പോൾ നമ്മളിതിൽ 2 വിത്ത് നടും. വിത്ത് നടുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. ഈ മുള വരുന്ന ഈ ഭാഗം അടിയിൽ പോകാൻ ശ്രദ്ധിച്ചാൽ വളരെ നന്നായിരിക്കും. കാരണം വേര് താഴത്തേക്ക് ഊന്നാൻ വേണ്ടിയിട്ടാണ്, പെട്ടെന്ന് മുള പൊന്താൻ വേണ്ടിയിട്ടാണ്. പിന്നെ വെണ്ട നട്ടിട്ടുണ്ട്. പക്ഷെ നമ്മളിത് എന്താണെന്ന് വെച്ചാൽ ഷീറ്റ് വിരിക്കാതെയാണ് ഇപ്പോൾ നട്ടിരിക്കുന്നത്. തുള്ളി തന്നെ കൊടുത്തിട്ടുണ്ട്, പക്ഷെ ഷീറ്റ് വിരിച്ചിട്ടില്ല. ഈ വെണ്ട നട്ടതിന് ശേഷം നമ്മളിപ്പോൾ ഇതിൽ ഒരു പണി കൂടെ ചെയ്യാണ്ട്. നമ്മൾ ഈ വിത്ത് നട്ട ഭാഗം മണ്ണുകൊണ്ട് മൂടണ്ട. വീണ്ടും ഇതുപോലെ കുറച്ച് കമ്പോസ്റ്റ് എടുക്കുക. ഓൾറെഡി ഇതിൽ വേപ്പ് മണ്ണും കമ്പോസ്റ്റ് ഇട്ടിട്ടാണ് മണ്ണ് ഇളക്കിയിരിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരാഴ്ച മുമ്പ് കുറച്ച് കുമ്മായി ഇട്ടിട്ട് കൊത്തി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ വിത്ത് കുത്തിയിട്ട് ആ വായുവിൽ നമ്മൾ ഈ കമ്പോസ്റ്റ് കൊണ്ട് മൂടിയാൽ മതി. ഇതിൽ വേറൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ അത് വളം. രണ്ടാമത് ഇതിൽ ഈർപ്പം നിലനിൽക്കും. അതാണ് അതിൻ്റെ ഉദ്ദേശം. അപ്പോൾ ഇങ്ങനെ ഇത് മൂടിക്കഴിഞ്ഞു. അപ്പോൾ ഇതിന് വേറൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഈ കുറ്റിപ്പയർ മുളച്ച് നമ്മുടെ ഈ വെണ്ടയ്ക്കയിലേക്ക് കയറാൻ തുടങ്ങുമ്പോഴേക്കും വീണ്ടും ഇതിപ്പോൾ ഈ അവ വന്ന് ഇതുണ്ടല്ലേ, ഈ ഇങ്ങനെ കായ് കാണാം. ഇതുപോലെ കായ് വന്ന് നമുക്ക് ഈ വിളവെടുപ്പ് കഴിയുമ്പോഴേക്കും നമ്മുടെ ഈ ചെടി ഇതിലേക്ക് പിടിച്ച് കയറും. നമുക്ക് എന്നിട്ട് വേണമെങ്കിൽ ഇത് ഒരു ലൈൻ കമ്പി അടിച്ചിട്ട് അതിലേക്ക് കെട്ടിവയ്ക്കാം. ചൂടിനാര് കൊണ്ട് ഇങ്ങനെ കുടിഞ്ഞ രൂപത്തിലാക്കാം. അങ്ങനെയൊക്കെ ചെയ്യാം. പക്ഷേ എനിക്കിപ്പോൾ അത് ആദ്യം സമയമില്ല. കാരണം എന്താ വെച്ചാൽ, ഇത് ഞാനിങ്ങനെ ഷീറ്റാണ് ചെയ്യുന്നത്. ഉദ്ദേശം എന്താ വെച്ചാൽ, ഒരു 10-20 ദിവസം കഴിഞ്ഞ് ഇതിൻ്റെ കായ് അറവ് തുടങ്ങുമ്പോഴേക്കും നമ്മൾ ഈ ചാലിൽ നേന്ത്രവാഴ വയ്ക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അതായത് അടുത്ത ഓണം വിപണി അപേക്ഷിച്ച് ഉള്ള നേന്ത്രവാഴ വയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഈ ചാല്. അപ്പം നമ്മൾ ഈ വിളവെടുപ്പ് കഴിയുമ്പോഴേക്കും അതിൻ്റെ വള്ളിയും പയറിൻ്റെ വള്ളിയും ഇതെല്ലാം ഇതിലിട്ടിട്ട് ഈ മണ്ണ് കൊത്തി കുറേശ്ശെ എടുത്ത് ഓർക്കും. അപ്പോൾ ഇത് റിലേ ക്രോപ്പ് ഒന്നിടവിട്ട് ആദ്യം ഇപ്പം നമ്മൾ ഫസ്റ്റ് ഇത് ചീര ചെയ്താണ്. അതിന് ശേഷം നമ്മൾ ഏകദേശം ജൂണിൽ വെണ്ട നട്ടു. ഓണം കഴിഞ്ഞ് വെണ്ടയുടെ ഏകദേശം ഒരു വിളവായി. അതിൻ്റെ തല കട്ട് ചെയ്ത് അതിൻ്റെ അവ വന്ന് ഒരു ക്രോപ്പും കൂടെ നമുക്ക് കിട്ടും. കിട്ടിയിട്ടില്ലേ പോട്ടെ. പക്ഷെ നമ്മൾ കുറ്റിപ്പയർ എന്തായാലും നട്ട് ഒരു 45-50 ദിവസം കൊണ്ടത് ഞെടി കയറി കായ് പറിക്കാൻ പറ്റും. അതിൻ്റെ ഒരു മാസം കൂടെ കഴിയുമ്പോഴേക്കും നമ്മൾക്ക് ഇതിൽ ചെറിയൊരു കുഴിയെടുത്തിട്ട് വാഴങ്ങന്ന് മൂടാവുന്ന മാത്രം ഒരു കുഴിയെടുത്ത് വാഴ നട്ട് ആ വാഴ വരുമ്പോൾ പിന്നെ ഈ 2 ഭാഗത്തുനിന്നും കൊത്തുക. ഇല്ലെങ്കിൽ ഇതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ട്രില്ലർ അടിക്കാം. ഇതാണ് ട്രില്ലർ. ആ ട്രില്ലർ അടിച്ചു കഴിഞ്ഞാൽ മണ്ണ് നല്ല പൊടിയാവും. അതിന് വെറുതെ ഒന്ന് നൈസായിട്ട് ഇങ്ങനെ മൂടിയിട്ട് നമ്മൾ ചാണകവും വളം കൊടുക്കണതനുസരിച്ച് മൂടി ഇതുപോലുള്ള തിട്ടാകും വാഴ കൊല വരുമ്പോഴേക്കും. അങ്ങനെ അടുത്ത ഓണം ആകുമ്പോഴേക്കും നമുക്ക് നേന്ത്രവാഴ വെട്ടാൻ പറ്റും. ആ വാഴ വെട്ടി നമ്മൾ അതിൻ്റെ വിളവെടുപ്പ് കഴിഞ്ഞാൽ വീണ്ടും ടില്ലറിട്ട് ചുണ്ണാമ്പിട്ട് ടില്ലറിട്ട് അടിച്ചിട്ട്
ഇതിൽ ചീര വയ്ക്കുക. അതാണ് ഇതൊരു കൃഷി. അപ്പോൾ നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്തിയെന്ന് മാത്രമേ ഉള്ളൂ. എന്തായാലും ചെയ്യുക. നിങ്ങൾ ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട് ഷെയർ ചെയ്യുക. വീണ്ടും നല്ലൊരു വീഡിയോയുമായി നിങ്ങളുടെ മുമ്പിലെത്തും. നമസ്കാരം.